അർജുനായങ്കിയുടെ വീട്ടിൽ പോലീസ് പരിശോധന, വീട്ടുകാരുടെ മൊഴി എടുക്കുന്നു. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, കൂടുതൽ കണ്ടെത്തലുകൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ വീട്ടിൽ പരിശോധന നടത്തുന്നത്? എന്താണ് പോലീസ് നടപടി? സ്വാതി, ഏതായാലും അല്പസമയം മുൻപാണ് ഈ കേസ് അന്വേഷിക്കുന്ന സൈബർ പോലീസ്, കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അർജുൻ്റെ അഴീക്കോട് കപ്പക്കടവിലുള്ള വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിനകത്ത് പരിശോധന നടത്തുന്നുണ്ട്. വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ്റെ അമ്മയാണ് നിലവിൽ ഇവിടെ ഉള്ളതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ ക്രൈം പോലീസ് CI ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഏകദേശം 20 മിനിറ്റോളം പിന്നിടുന്നു അർജുൻ്റെ വീട്ടിലേക്ക് ഈ പോലീസ് സംഘം എത്തിയിട്ട്. ഏതായാലും വീട്ടിനകത്ത് സംഘം പരിശോധന നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പോലീസിൻ്റെ ഈ വീട്ടിൽ നടത്തുന്ന പരിശോധനയുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ചും അർജുൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തണം തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് പറഞ്ഞതാണ്. എന്തൊക്കെയാണ് ഇവിടെ പരിശോധനകൾ, ഈ വീട്ടിനകത്ത് ഫോണിന് വേണ്ടിയുള്ള പരിശോധന നടത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ ഈ പോലീസ് സംഘം പുറത്തേക്ക് വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ വീട്ടുകാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ അർജുൻ ഒളിവിൽ പോയ സാഹചര്യമുണ്ട്. ഒളിവിൽ പോയപ്പോൾ സഹായിച്ചത് ആരൊക്കെയാണ് എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ 5-ാം തീയതി മുതൽ അർജുൻ കണ്ണൂരിലുണ്ട് എന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചതാണ്. അപ്പോൾ ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പോലീസിന് ഒരു വ്യക്തത ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള പരിശോധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 20-25 മിനിറ്റോളമായി അഴീക്കോട് കപ്പക്കടവിലുള്ള അർജുനായങ്കിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് CIയുടെ നേതൃത്വത്തിലാണ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്.